അട്ടമലയിൽ ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുകാരനായ ആദിവാസി യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. ആ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. അട്ടമല അവിടുത്തെ മേഖലയിൽ, അതായത് എസ്റ്റേറ്റ് മേഖലയിലാണ് ഈ കാട്ടാനയുടെ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ആ ദൃശ്യങ്ങളുടെ ഒപ്പം തന്നെ മറ്റു വിവരങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. സുർജിത്ത് അയ്യപ്പത്ത് അല്പസമയത്തിനകം വിവരങ്ങളുമായി നമുക്കൊപ്പം ഉണ്ടാകും. അട്ടമല എന്നത് ദുരന്ത ബാധിത മേഖലയാണ്. നേരത്തെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ മേഖല ബാധിത മേഖലയിൽ ഒരു പ്രദേശമായിരുന്നു അട്ടമല. അവിടെ താമസിച്ചിരുന്ന കുടുംബങ്ങളെയൊക്കെ നേരത്തെ തന്നെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിരുന്നു. എന്നാൽ ആദിവാസി കുടുംബങ്ങളിൽ ഏതാനും ചിലർ അവിടെ തുടരുകയായിരുന്നു. ഇന്നലെ 3 ആദിവാസി യുവാക്കളാണ് പുറത്തേക്ക് പോയത്. അതിൽ 2 പേർ മാത്രമാണ് മടങ്ങി വന്നത്. ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുള്ള ആദിവാസി യുവാവാണ് കാട്ടാനയുടെ കുത്തേറ്റ് മരിച്ചത്. അവിടെ പ്രദേശവാസികളുടെ പ്രതിഷേധം നടക്കുന്നതിനിടെ ഇപ്പോൾ ബാലകൃഷ്ണന്റെ ജീവനെടുത്ത കാട്ടാനയുടെ ദൃശ്യങ്ങൾ പുറത്തു വരികയാണ്. എവിടെ നിന്നാണ് സുർജിത്ത് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്? ഇത് എപ്പോഴെടുത്ത ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്? എന്താണ് മറ്റു വിവരങ്ങൾ? ഈ ദൃശ്യങ്ങൾ ഇന്നലെ പകൽ പകർത്തിയ ദൃശ്യങ്ങൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തോട്ടം മേഖല കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇത്തരത്തിൽ കാട്ടാന ഇറങ്ങിയിട്ടുള്ളതെന്ന് സ്ഥിരീകരിക്കുന്ന വിധത്തിലുള്ള ഒരു ദൃശ്യമാണ്. ഈ നാട്ടുകാർ തന്നെ പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ദൃശ്യമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ പ്രദേശത്ത് ഈ കാട്ടാനയുടെ ശല്യം നിരന്തരമായി ഉണ്ട് എന്ന് സ്ഥാപിക്കുന്ന തരത്തിൽ, അത് സ്ഥിരീകരിക്കുന്ന തരത്തിൽ ഉള്ള തോട്ടത്തിലെ ഒരു ദൃശ്യമാണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ഒരു ദൃശ്യം ഞെട്ടിപ്പിക്കുന്ന ദൃശ്യമാണല്ലോ ശരിക്കും. ഈ തോട്ടം കേന്ദ്രീകരിച്ച് ഞാൻ ഇപ്പോൾ വിളിക്കട്ടെ. അതായത് പിന്നെ കാട്ടാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി കാട്ടാനൻ്റെ ശല്യം തന്നെ. ഇപ്പോൾ സ്കൂൾ റൂട്ടിൽ കണ്ടില്ലേ, വളരെ മോശമായിട്ട് ഇപ്പോൾ ടൗണിൽ അടുപ്പിച്ച് കിട്ടൊക്കെയാണ് ആന വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലെ ഈ പള്ളീൻ്റെ അടുത്ത് ആന ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാവിലെ. ശരിക്കും അത് ഫോറസ്റ്റുകാർക്ക് അതിനെ ആട്ടിവിടായിരുന്നു, അവരെ വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇന്നത് ഇങ്ങനെ സംഭവിച്ചത്. അത് ഞെട്ടിപ്പിക്കണ പ്രശ്നം തന്നെയാണത്. ജനങ്ങളൊന്നാക്കൂടെ എന്താ പറയുക, എന്താ ചെയ്യേണ്ടതെന്നുള്ള ഇതിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. വളരെയധികം മോശമായിട്ടാണ് ഇപ്പോൾ ആൾക്കാർ പ്രതികരിക്കാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇവിടെ ഇപ്പോൾ ഒരു 6 മാസമായിട്ടുള്ളൂ നമ്മുടെ ഉരുൾപൊട്ടിയിട്ട്. ആ പ്രയാസങ്ങളും അതിനെക്കാട്ടി വലിയൊരു പ്രയാസമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ആളുകൾ ഇത് തന്നെയാണ് പറയുന്നത്. കാരണം ഈ തോട്ടം കേന്ദ്രീകരിച്ചാണ് ഈ കാട്ടാനയുടെ ദൃശ്യം പുറത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ഈ ആളുകൾ ഉൾപ്പെടെയുള്ളവർ, ഈ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ പങ്കുവയ്ക്കുന്നതുമായ കാര്യം അത് വളരെ ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി എന്ത് തരത്തിലുള്ള തീരുമാനമാണ് ഉണ്ടായത് എന്നുള്ളത് അറിയണം. അത് എന്ത് തരത്തിലുള്ള തീരുമാനം ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. എന്താണ് തീരുമാനം? തഹസിൽദാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തഹസിൽദാർ വന്നതിന് ശേഷം ഈ കുടുംബത്തിന്റെ ഇവിടെ 3 കുടുംബങ്ങളോട് ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവരുടെ ഒരു പുനരധിവാസം ഞങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരവും ഈ കുടുംബത്തിലെ ഈ മരിച്ച ആളുടെ ഏറ്റവും അടുത്ത ബന്ധുവിന് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പിൽ ജോലി എന്നുള്ള ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ ഉരുൾപൊട്ടലിന് ശേഷം മുണ്ടക്കൈ, അട്ടമല, ചുരമല ഭാഗങ്ങളൊക്കെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് അട്ടമല ഇവിടെ വാസ്തവിക ആളുകൾ കടത്തിവിടുന്നില്ല. ആ ഒരു സമയത്തും ഇവരെ ഇവിടെ നിർത്തുന്ന ഒരു സാഹചര്യം വളരെ ഗുരുതരമായ സംഭവമാണ്. ഇവിടെ മൃഗങ്ങളുടെ ശല്യം നിരന്തരം, പുലിയും ഒക്കെ പശുക്കൾ പിടിച്ചും പരാതി കൊടുത്തിട്ടും ഒരു നടപടിയും വനംവകുപ്പിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. ഈ വിഷയം ഇപ്പൊ ഇത് വലിയൊരു ഗുരുതരമായ ഒരു സംഭവം ഉണ്ടായ ശേഷവും അതിന് കാര്യങ്ങൾ തീരുമാനമാകാൻ പോകാൻ കഴിയില്ല. ഇവിടെ തീരുമാനം ഉണ്ടാകണം. ഇവിടെ ഈ പറയുന്ന 3 കുടുംബങ്ങളുടെ പുനരധിവാസവും അതോടൊപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാരവും ആ ബന്ധുവിനുള്ള ആശ്രിതനുള്ള നിയമനവും ജോലിയും കൃത്യമാകുന്നുണ്ടാവും. മൃതദേഹം കൊണ്ടുപോവുകയാണ്. മൃതദേഹം എന്ത് തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്? മൃതദേഹം തയ്യാറാക്കി വാഹനത്തിലേക്ക്, ആംബുലൻസിലേക്ക് മൃതദേഹം കയറ്റാൻ അനുവദിച്ചിട്ടുണ്ട്. മാറ്റിവെക്കാനുള്ള, വണ്ടിയിലേക്ക് കയറ്റിവെക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. കൊണ്ടുപോകാൻ അനുവദിക്കില്ല. ഇക്കാര്യത്തിൽ വ്യക്തത വരണം. ധനസഹായം, പുനരധിവാസം, അതോടൊപ്പം തന്നെ ആശ്രിത നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം, തീരുമാനമുണ്ടാകണം. അല്ലാത്ത പക്ഷം ഈ ഒരു പ്രതിഷേധം ശക്തമാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇത് ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനുള്ള സജ്ജീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. മൃതദേഹം ഇപ്പോൾ സ്ട്രെച്ചറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നേരെ അത് ആംബുലൻസിലേക്ക് മാറ്റും. തുടർന്നാകും എന്ത് നടപടിയാകും സ്വീകരിക്കുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് എന്ത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാവുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരൂ. ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, പോലീസ് സംവിധാനം, ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ, DFO ഇവിടെ അജിത് കെ രാമൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ബത്തേരി ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ
സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുള്ള ആദിവാസി യുവാവാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ബാലകൃഷ്ണനെ കുത്തിക്കൊലപ്പെടുത്തിയ കാട്ടാനയുടെ ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കണ്ടു. ഇന്നലെ പകൽ പകർത്തിയ ദൃശ്യങ്ങൾ എന്നാണ് നമുക്ക് സുർജിത്ത് നൽകുന്ന വിവരം. അതേസമയം കാട്ടാനയെ കാണുമ്പോൾ പോലും അതിനെ ആട്ടി ഓടിക്കാനോ അത് വനത്തിലേക്ക് തിരികെ അയക്കാനോ ഉള്ള ശ്രമങ്ങൾ, അതിനുള്ള നീക്കങ്ങൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു പരാതിയും ആക്ഷേപവുമായി സമീപ പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് വനംവകുപ്പ് നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ എത്രത്തോളം പാലിക്കപ്പെട്ടിട്ടുണ്ട്, തൊഴിൽ, അതോടൊപ്പം തന്നെ നഷ്ടപരിഹാര തുക, അവരെ മാറ്റിപ്പാർപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ എന്ത് നടപടികൾ ഇതുവരെ സ്വീകരിച്ചു എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. ഈ കാര്യങ്ങൾക്ക് വനംവകുപ്പ് മറുപടി പറയേണ്ടി വരും. മാത്രമല്ല, വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകളുടെ സുരക്ഷയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വനംവകുപ്പ് ഇനി ചെയ്യാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമായി ഈ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ ഉയർത്തുന്നുണ്ട്. വളരെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കാവുന്ന തരത്തിലുള്ള ദുരനുഭവങ്ങളിലൂടെയാണ് വനമേഖലയോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിലുള്ളവർ കടന്നു പോകുന്നത്. അതിൽ ജീവൻ നഷ്ടപ്പെട്ട ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ബാലകൃഷ്ണൻ എന്ന 27 വയസ്സുകാരനായ ആദിവാസി യുവാവിനുണ്ടായ ദാരുണമായ മരണം.